ശ്രീ എം എസ് വേണുഗോപാൽ ഇതൊക്കെ ഈ അണിയറയ്ക്ക് പിന്നിൽ നടക്കുന്ന നാടകങ്ങളായിട്ട് തന്നെയല്ലേ തോന്നുന്നുള്ളൂ. കാരണം ഇത് വിചിത്രമായ കാര്യമാണ്. കേസിൽ തന്നെ പറയുകയാണത് വിചിത്രമായ ഒരു കാര്യമാണ്. അദാനി ഗ്രൂപ്പ് തീരുമാനിക്കുന്നു ഞങ്ങളുടെ കൈവശമുള്ള ഓഹരിയിൽ 49% മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറുന്നു എന്നുള്ള കാര്യം. അത് വലിയ രീതിയിൽ അല്ലേ മാധ്യമ വാർത്തയാകുന്നു. വലിയ വിദേശ നിക്ഷേപം വിഴിഞ്ഞത്ത് വരുന്നു, വലിയ വികസനം വരുന്നു എന്ന രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. അതിന് പിന്നാലെ പ്രതിപക്ഷവും നിലപാട് മാറ്റിക്കൊണ്ട് ഇത് ശരിയായ നടപടിയല്ല, ഇത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ഇത് വിഴിഞ്ഞത്തെ കുത്തകയാക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി മറുപടി പറയുന്നു ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല എന്ന്. വളരെ സോഫ്റ്റ് ആയിട്ടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇപ്പോഴാണ് ഒരു അതൃപ്തിയുടെ രൂപത്തിൽ അദാനിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചത് മറ്റൊന്നുമല്ല, അദാനി ജൂലൈ 1-ാം തീയതി നമ്മുടെ പോർട്ട് സെക്രട്ടറിക്കും വിസിലിൻ്റെ MD-ക്കും ഈ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രപ്പോസൽ അവരിനി ചീഫ് സെക്രട്ടറിക്ക് സബ്മിറ്റ് ചെയ്യും. ചീഫ് സെക്രട്ടറിയുടെ ഇന്നലെ ചീഫ് സെക്രട്ടറി അടങ്ങിയ കമ്മിറ്റി ഇതിനെ സ്ക്രൂട്ടനി ചെയ്ത് ഇത് ക്യാബിനറ്റിൽ വെച്ച് ക്യാബിനറ്റാണ് ഇതിൽ ഉചിതമായ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് തന്നെ അദാനി പോർട്സുകാർ ഒരു പ്രസ് റിലീസ് ഇറക്കിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ MSCയുമായി ചേർന്ന് 13,200 കോടിയോളം വരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാകുന്നു. അപ്പോൾ അതിനകത്ത് സ്വാഗതം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അവരുടെയും അഭിപ്രായം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ എഗ്രിമെൻറ്റിൻ്റെ ലംഘനമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ഇറക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതെന്തിന് അങ്ങനെ ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി VD സതീശനെ പലർക്കും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഈ ഭഗവത്ഗീത പറയുമല്ലോ, ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്, പക്ഷേ ഭഗവാൻ ഒന്നും കാണുന്നില്ല. പക്ഷേ ആവശ്യം വരുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടും, അദ്ദേഹം ചെയ്യേണ്ടത് ചെയ്യും. അതുപോലെയാണ് VD സതീശൻ്റെ പല പ്രവർത്തനങ്ങളും നമ്മൾ ഇത്രയും നാളായിട്ട് കണ്ടിട്ടുള്ളത്. അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട്, പക്ഷേ ഒന്നും അറിയുന്നില്ല. പക്ഷേ സമയം വരുമ്പോൾ അദ്ദേഹം ഇതിൽ ഇടപെടുന്നില്ല എന്ന് ഭാവിക്കുകയാണല്ലോ. അല്ലാതെ പിന്നെ ഇത്ര വലിയൊരു മണ്ടത്തരം അദാനി ചെയ്യില്ലല്ലോ. കാരണം 25% കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോറിൻ ഷെയർ എടുക്കുമ്പോൾ ആ ഷെയർ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ സെബിയെ മാത്രം അറിയിച്ചാൽ, KC വേണുഗോപാൽ പറഞ്ഞത് ശരിയാണ്, സെബിയെ മാത്രം അറിയിച്ചാൽ പോരല്ലോ. അത് തീർച്ചയായിട്ടും കേരളത്തിലെ ഇത് ലാൻഡ് ലോഡ് പോർട്ടാണ്. PPP മോഡലിൽ നടത്തുന്ന ലാൻഡ് ലോഡ് പോർട്ടാണ്. ഇതിൻ്റെ ലാൻഡ് ലോഡ് എന്ന് പറയുന്നത് വിസിലാണ്. വിസിൽ എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കമ്പനിയാണ്. ആ കമ്പനിയാണ് ഇതിനകത്ത് ബാക്കി കാര്യങ്ങളിലെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. അവരെ അറിയിക്കേണ്ടതാണ്. അവരെ ഇന്നലെയാണ് അറിയിച്ചത്. MD-യെ ഇന്നലെ അറിയിച്ചു. അതുപോലെ തന്നെ പോർട്ട് സെക്രട്ടറിയും ഇന്നലെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കും വളരെ സാവകാശം ഇതിങ്ങനെ യാതൊരു പ്രശ്നവും കൂടാതെ മുന്നോട്ട് പോകുമെന്ന് അദാനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷനും ഇത് ആവശ്യമാണ്. വിദേശ നിക്ഷേപം വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തിൻ്റെ ഓണർഷിപ്പ് കുറച്ച് അതിനകത്ത് വരുന്നുണ്ട്. അത് രണ്ടും വേണമെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം, RBIയുടെ പെർമിഷൻ ഒക്കെ ആവശ്യമായി വരും. അപ്പോൾ അതെല്ലാം നേടാൻ കഴിയും എന്ന് അദാനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് അദാനി ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിന് ഒരിക്കലും, ഇതൊക്കെ പറഞ്ഞാലും കേരളത്തിന് ഇതൊരിക്കലും ദോഷമല്ല കേട്ടോ. 13,000 കോടി ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. കാരണം ഇവിടെ നമ്മൾ 2003 മുതൽ ജിമ്മും പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ ഇവിടെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് കോൺക്ലേവുകൾ നടത്തി, കോൺഫറൻസുകൾ നടത്തി. എന്നിട്ട് നമുക്ക് കിട്ടിയത് എത്രയാണ്? കഴിഞ്ഞ തവണത്തെ ജിമ്മിൽ ഏതാണ്ട് 30,000 കോടി കിട്ടിയെന്ന് കഴിഞ്ഞ സർക്കാർ പറഞ്ഞെങ്കിലും ഇവിടെ നമ്മളാരും കണ്ടില്ല. 13,000 കോടി രൂപയുടെ കാര്യം പറയുമ്പോൾ പലതരത്തിലുള്ള വ്യാഖ്യാനമാണ് വരുന്നത്. ആദ്യം സ്വാഗതം ചെയ്ത CPM പിന്നീട് അത് തിരുത്തി. ആദ്യം സ്വാഗതം ചെയ്തു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നേട്ടമാണ്, പിണറായി സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് ഈ 13,000 കോടിക്ക് പിന്നിലെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് അത് തിരുത്തിക്കൊണ്ട് ഇത് കുത്തകകളെ സഹായിക്കുന്നതായി മാറും, ഇത് അദാനിക്ക് ഇല്ലേ ലാഭമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ MNC എന്ന ബഹിരാഷ്ട്ര കുത്തകയെ ഇങ്ങോട്ട് ആനയിച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ പോർട്ട് ഒരു കുത്തക കമ്പനിയുടെ കീഴിൽ മാത്രമാകുന്നതിന് വേണ്ടി അല്ലേ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കും എന്നൊക്കെയാണല്ലോ ഈ ആശങ്കയായിട്ട് പറയുന്നത്. ഇതൊക്കെ പറയാൻ LDF-ന് എന്തെങ്കിലും ധാർമ്മിക അവകാശം? തീർച്ചയായിട്ടും ഇല്ലല്ലോ. കാരണം ഉമ്മൻചാണ്ടി ഈ പദ്ധതി കൊണ്ടുവരുന്നപ്പോൾ ഞാൻ പോർട്ട് മിനിസ്റ്ററുടെ അഡീഷണൽ വൈസ് സെക്രട്ടറി ആയിരുന്നു അന്ന്, അച്യുതാനന്ദൻ മിനിസ്റ്ററുടെ കാലത്ത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഇവിടെ ഇനാഗുറൽ അതായത് തറക്കല്ലിടിയിൽ ചടങ്ങ് നടത്തിയത് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിന് ഇത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഭരണം പോയി. 2011 മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. ആ സർക്കാരും വളരെ താല്പര്യത്തോടു കൂടി ഈ പദ്ധതിക്ക് വേണ്ടി മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇത് നടന്നത്. സത്യത്തിൽ ഇത് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ്
ഉമ്മൻചാണ്ടി ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഫെഡറേഷനുകളോട്, വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളോട്, അതുപോലെ തന്നെ പിന്നെ ഇടവകക്കാരോട് എല്ലാം പറഞ്ഞ് വലിയ സമ്മർദ്ദം ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടത്തി, ജാഥ നടത്തി, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പല ഏജൻസികളെ ഒക്കെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തി. ഇത് കേരളത്തിൻ്റെ ആവശ്യമാണെന്ന് കേന്ദ്രത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുമാണ് അദാനിയെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടാണ് അദ്ദേഹം ഈ എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചത്. ഈ എഗ്രിമെൻറ്റിൽ പ്രകാരം 37% അദാനിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയിൽ കുറവാണ് പോയിരിക്കുന്നത്. 28% വൈബിലിറ്റി ഗ്യാപ് ഫണ്ടും പിന്നെ 61% സർക്കാരിൻ്റെ ഓഹരിയും കഴിഞ്ഞു. അതോ 37 ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം അതിലൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. 37% എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോലും 19% വരുന്നുള്ളൂ, പകുതിയേ വരുന്നുള്ളൂ. അപ്പോൾ 25% ക്രോസ് ചെയ്യുന്നില്ല. കൂടുതലാണ്. കാരണം 2,500 കോടി രൂപ, 2,497 കോടി രൂപയെ അദാനി കമ്പനി മുടക്കുന്നുള്ളൂ. പക്ഷേ വാല്യുവേഷൻ വന്നിപ്പോൾ 27,000 കോടി രൂപയായി. അതുകൊണ്ടാണല്ലോ അതിന്റെ 49% എന്ന രീതിയിൽ 13,000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നടത്തുന്നത്. ശ്രീ